ഹലോ, എല്ലാവർക്കും ട്രേഡിംഗ് ഇൻസ്പയർ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ടീം ഇൻസ്പയർ ഗ്രൂപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2-3 ദിവസമായിട്ട് ഒരാഴ്ചയോളമായിട്ട് മാർക്കറ്റ് നമുക്കറിയാം ഒരേ ലെവലിൽ തന്നെ കൺസോളിഡേഷൻ എടുത്തുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. 23,000-ൻ്റെയും 22,800-ൻ്റെയും അടുത്താണ് മാർക്കറ്റ് കഴിഞ്ഞ 17-ാം തീയതി മുതൽ മാർക്കറ്റ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും കണ്ടതാണ്. 14-ാം തീയതി മുതൽ ഇപ്പോൾ 20-ാം തീയതി വരെ നമ്മൾ ഈ വരച്ച് വെച്ച ലെവലുകളിലൊന്നും ഒരു മാറ്റം വരുത്താതെയാണ് ഇത്രയും ദിവസങ്ങളായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നലെയും ഇന്നും മെനിയാന്നും ഒക്കെ തന്നെ 22,800 ഞാനെന്നും പറയുന്നതാണ്. 22,800 എന്നുള്ളതൊരു സ്ട്രോങ് ലെവലാണ്. അതുപോലെ തന്നെ 23,000 എന്നുള്ളതൊരു റെസിസ്റ്റൻ്റ് ലെവലാണ്. സപ്പോർട്ടും സ്ട്രോങ്ങുമാണ്. റെസിസ്റ്റൻറ്റുമാണ്. അപ്പോൾ ഈ 2 ലെവലിലൂടെയാണ് മാർക്കറ്റ് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്താണ് നമ്മുടെ ഫ്യൂച്ചർ എന്ന് നോക്കിയാൽ നമ്മുടെ ഭാവിയിൽ എന്താണ് നടക്കാൻ പോകുന്നത് മാർക്കറ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ, മാർക്കറ്റ് ഈ 28,000 നിഫ്റ്റിയിലാണെങ്കിൽ 22,800 എന്നുള്ള ഒരു ലെവല് ഒരു 4-5 തവണ വന്നിട്ട് ടെസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ഇനിയും കുറച്ച് മുകളിലോട്ട് പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നും മാർക്കറ്റ് 22,800 വരെ മാർക്കറ്റ് വന്നു, പിന്നെ മുകളിലോട്ട് പോയി. അപ്പം നമുക്ക് നാളെ ഒരു നല്ലൊരു ഓപ്പണിങ്ങോ അതല്ലെങ്കിൽ നാളെ ഒരു മാർക്കറ്റ് മുകളിലോട്ടോ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നാണ് തോന്നുന്നത്. കാരണം മാർക്കറ്റ് ഒരു കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും മാർക്കറ്റിലില്ല. പക്ഷേ ഫോറിൻ ഇൻവെസ്റ്റേഴ്സൊക്കെ സ്ട്രോങ് ആയിട്ടുണ്ടെന്നാണ് നമ്മൾ ന്യൂസുകളിലൊക്കെ കാണുന്നത്. പക്ഷേ മാർക്കറ്റിനെ ബാഡായിട്ട് ബാധിക്കുന്ന ഒരു കാര്യങ്ങളും തന്നെ നാളെ മാർക്കറ്റിൽ ഇതുവരെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നൊന്നും വരാനില്ല. മാർക്കറ്റ് മുകളിലോട്ട് പോകട്ടെ. ഇന്നാണെങ്കിൽ മാർക്കറ്റ് ഫുൾ കൺസോളിഡേഷൻ എടുത്തുകൊണ്ട് ഇങ്ങനെ പോയതായിരുന്നു. ചെറിയൊരു പോയിൻ്റ് ഒരു ഉച്ചയ്ക്ക് ശേഷം 11-ന് ശേഷം മാർക്കറ്റ് ഒരു 40 പോയിൻറ്റിൽ താഴോട്ടും മുകളിലോട്ടും എടുത്ത് ഒരുപാട് പേർക്ക് ലോസ് പറ്റാനുള്ളൊരു ദിവസമാണെന്ന്. അങ്ങനെ ഇന്നാണെങ്കിൽ നിഫ്റ്റിയിൽ എക്സ്പയറിങ് കൂടിയായിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് ഇന്ന് ലോസ് ആയിട്ടുണ്ടാവും. കാരണം ഇങ്ങനത്തെ മാർക്കറ്റിൽ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രീമിയമൊക്കെ പെട്ടെന്ന് തന്നെ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇന്ന് മാർക്കറ്റ് ഓപ്പണായ സമയത്ത് ഹൈ വൊളാറ്റിലിറ്റി ആയിരുന്നു മാർക്കറ്റിൽ നമ്മൾ കണ്ടത്. മുകളിലോട്ടും താഴോട്ടും മാർക്കറ്റ് നല്ല ഒരു വൊളാറ്റിലിറ്റി എടുത്തുകൊണ്ട് പോകുന്നതായിരുന്നു നമ്മളിന്ന് മാർക്കറ്റ് കണ്ടത്. അപ്പോൾ തന്നെ കൂടുതൽ ആൾക്ക് സ്റ്റോപ്പ് ലോസൊക്കെ ഹിറ്റായി പോകാൻ ചാൻസ് ഉണ്ട്. ഏതായാലും നാളെ എങ്ങനെയാണ് നമുക്ക് മാർക്കറ്റിൽ നിന്നുള്ളത് നിഫ്റ്റിയിൽ നമുക്ക് പറയാം. നാളെ നമ്മൾ എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത് എന്നുള്ളത് പറഞ്ഞു തരികയാണ്. ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, മുമ്പുള്ള വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല. കാരണം നിങ്ങൾക്കും നമുക്കും ഒരുപോലെ ഉപകാരമുള്ള ഒരു കാര്യമാണത്. കാരണം നമ്മളെ മാർക്കറ്റിൻ്റെ ലെവലുകളൊക്കെ ഈ കഴിഞ്ഞ എല്ലാ ദിവസങ്ങളും ഏതാണ്ട് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ 23,000 22,800 എന്നുള്ളത് ഒരാഴ്ചയായിട്ട് വരച്ച് വെച്ച കാര്യങ്ങളാണ്. ഇതുവരെ ഒരു മാറ്റങ്ങളും അതിൽ വന്നിട്ടില്ല. ഇനി ഞാൻ പറയുന്നത് 23,000, ഇന്നലെയും പറഞ്ഞു 23,000 എന്നുള്ളൊരു മാജിക് നമ്പർ കടന്നു പോയാൽ മാത്രമേ, അതായത് അവിടെ നിന്നൊരു ചുരുങ്ങിയതൊരു 23,100 വരെ എത്തിയാൽ മാത്രമേ മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ ചാൻസ് ഉള്ളൂ. അത് തന്നെ മാർക്കറ്റ് മുകളിലോട്ടാണ് എന്ന് കൺഫേം ചെയ്യണമെങ്കിൽ 23,200 കടന്നു പോവുകയും വേണം. അപ്പോൾ നാളെ ഒരു ഗ്യാപ്പ് അപ്പ് തന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു 23,000 എത്തിയിട്ടാണ്. അത് നല്ല റെസിസ്റ്റൻ്റ് ലെവലാണ്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും സെല്ല് ചെയ്യും. നമ്മളൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇവിടെ തന്നെ നമ്മൾ മുകളിലോട്ട് എടുക്കുന്നതാണ്. പിന്നെ ബൈ ചെയ്യുന്നതാണ്. 23,000 എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിടെ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്തിട്ട് വെക്കും, അതല്ലെങ്കിൽ അവിടെ എക്സിറ്റ് ചെയ്യും. കാരണം അത് റെസിസ്റ്റൻ്റ് ലെവലാണ്. പിന്നെ അതല്ല, മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ തന്നിട്ട് 22,800 നമുക്ക് നാളെ ഒരു ഇത് കിട്ടുന്നതെങ്കിൽ നമ്മൾ 22,800 നിന്ന് ഇവിടെ നിന്നൊരു കൺസോളിഡേഷൻ ആവുകയാണെങ്കിൽ, ഗ്യാപ്പ് ഡൗൺ തന്നിട്ട് ഇവിടെ നിന്ന് കൺസോളിഡേഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് മുകളിലോട്ട് ബൈ ചെയ്യുന്നതാണ്. പിന്നെ ഇവിടെ വെച്ചിട്ട് 23,3 വെച്ചിട്ട് നമ്മൾ അവിടെ എക്സിറ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഇവിടെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിലും നമ്മൾ മുകളിലോട്ട് തന്നെയാണ് നമ്മൾ ആദ്യത്തെ ഒരു ചോയ്സ് എന്ന് പറഞ്ഞത്. പിന്നെ മാർക്കറ്റ്
ഇതിന് മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 23,000-ന് മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടുന്ന് താഴോട്ട് PE ബൈ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് നമുക്ക് നാളെ പ്ലാനിലുള്ളത്. നാളെ വേറെ സെൻസെക്സിലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ട്രെൻഡ് ലൈനെ കീപ്പ് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് ഇതുവരെ ചലിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് അതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഒരു ട്രെൻഡ് ലൈനിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ കീപ്പ് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് ഇന്നും ഇന്നലെയൊക്കെ പോയത്. അപ്പോൾ ഏതായാലും നമുക്ക് നാളെയും സെൻസെക്സിൽ നിഫ്റ്റിയിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇവിടുന്ന് നമ്മൾ ബൈ ചെയ്യും. 76,000-ൽ വെച്ചിട്ട് നമ്മൾ എന്താകും അവിടെ മാർക്കറ്റ് എക്സിറ്റ് ചെയ്യുകയും ചെയ്യും. ഇനി അതല്ല മാർക്കറ്റ് ഇവിടുന്ന് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് തരുന്നതെങ്കിൽ നമ്മൾ CE ബൈ ചെയ്യുകയും ഇവിടെ മാർക്കറ്റ് എത്തിയാൽ 76,000 ഒരു നല്ലൊരു റെസിസ്റ്റൻ്റ് ലെവലാണ്. അവിടെ നിന്ന് നമ്മൾ അതിനെ എക്സിറ്റ് ചെയ്യുകയും ചെയ്യും. ഇനി അതല്ല മാർക്കറ്റ് നല്ലൊരു ഗ്യാപ്പ് അപ്പ് തന്നിട്ട് ഇതിൻ്റെ മുകളിലാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ നമ്മൾ ഇവിടുന്ന് PE ബൈ ചെയ്തിട്ട് ഏതാണ്ട് 75,700 എത്തുന്നവരെ നമ്മളവിടെ എക്സിറ്റ് അടിക്കുകയും ചെയ്യും. ഇതാണ് നാളെ മാർക്കറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഈ ഒരു ലെവലിനെ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. മാർക്കറ്റ് ഈ ഒരു ലെവലിൽ കൂടെ സഞ്ചരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏതായാലും എല്ലാവർക്കും നാളെ നമുക്ക് ഇന്ന് സെക്ടറൽ വൈസുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. സെക്ടറൽ വൈസായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് പവർ മേഖലയാണ് നമുക്ക് അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ് തന്നത്. അതുപോലെ തന്നെ അയൺ ആൻഡ് സ്റ്റീലും ഈ രണ്ട് മേഖലകളിലാണെന്ന് നല്ല മൂവിങ് ഉണ്ടായത്. കാര്യമായിട്ടൊന്നുമില്ലെങ്കിലും കൂടിയിട്ട് കുറച്ച് മൂവിങ് നമുക്ക് ഈ രണ്ട് മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും എല്ലാവർക്കും നാളെ നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് മാർക്കറ്റ് എല്ലാവർക്കും ഇന്ന് ലോസ് ആയിരിക്കും. കാരണം മാർക്കറ്റ് ഒരു സൈഡ് വേസ് ആയിട്ടാണ് ഇങ്ങനെ മാർക്കറ്റ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. നമുക്കത് മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ അതിലേക്ക് ഇറങ്ങാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. കൂടുതൽ ആൾക്കാർക്കും ലോസ് ആവാനും ഇന്ന് സെല്ലേഴ്സിൻ്റെ ദിവസമായിരുന്നു. ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ ദിവസമായിരുന്നു. ഓപ്ഷൻ സെല്ല് ചെയ്തവർക്കൊക്കെ ഇന്ന് നല്ല പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടാവും. ഏതായാലും എല്ലാവർക്കും നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ.